പരിശുദ്ധമായ റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നോമ്പ് നിസ്കാരങ്ങൾ, പരിശുദ്ധ മാസത്തിലെ നമ്മുടെ മുഴുവൻ അമലുകൾ, ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമളാൻ എന്ന് പറഞ്ഞാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഈമാനിൻ്റെയും ഇബാദത്തിൻ്റെയും ഒരു സമയമായിരുന്നു. ധാരാളം നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുകയും ചൊല്ലുകയും ഓതുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഇബാദത്തിൻ്റെ പ്രത്യേകം ഒരു ഇബാദത്തിൻ്റെ സീസണായിരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാജിബായ ഒരു കാര്യം, നിർബന്ധമായ ഒരു കാര്യം അത് ചെയ്യുന്നതിന്, ഹറാമായ ഒഴിവാക്കേണ്ട ഒരു കാര്യം അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു സമയം, ഒരു സീസൺ ഇല്ല എന്നാണല്ലോ. മിനൽ ബുലൂഗ്, എന്നാണോ പ്രായപൂർത്തി എത്തിയത് അന്ന് മുതൽ ഇലൽ മൗത്ത്, മരണം വരെയാണ് അതിന്റെ സമയം. പ്രായപൂർത്തി എത്തിയ അന്ന് മുതൽ നമ്മുടെ റൂഹ് വിട പറയുന്ന സമയം വരെ നിർബന്ധമായത്, വാജിബായത് നമ്മൾ ചെയ്തിരിക്കണം. ഹറാമായത് നമ്മൾ പറ്റേ പാടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യണം. അപ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസികളാകുന്നത്, മുഅ്മിനീങ്ങളാകുന്നത്. ഒരു ളുഹർ നിസ്കാരം നമുക്ക് ഒഴിവാക്കാൻ എപ്പോഴാണ് അനുവാദമുള്ളത്? നമുക്ക് ഓർമ്മയും ബുദ്ധിയും നഷ്ടപ്പെട്ടു പോകുന്ന സമയം മാത്രമാണ്. നമുക്ക് ബുദ്ധിയും ഓർമ്മയും നഷ്ടപ്പെട്ടു പോകുന്ന ആ സമയമാണ് നമുക്ക് ളുഹർ നിസ്കാരം അത് നമുക്ക് ഒഴിവാക്കാനുള്ള അനുവാദമുള്ളത്. അത് നിർബന്ധമല്ലാത്ത ഒരു സമയം എന്ന് പറഞ്ഞാൽ അതാണ്. അതല്ലാത്ത ഏത് സമയത്തും നമ്മൾ റമളാനിൽ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ തന്നെ ശവ്വാലിലും നമ്മൾ നിസ്കരിക്കണം, സഫർ മാസത്തിലും നമ്മൾ നിസ്കരിക്കണം. ളുഹർ നിർബന്ധമാണ്. 4 റക്അത്ത് ളുഹർ നിസ്കരിക്കൽ റമളാനിൽ എങ്ങനെ അത് നമുക്ക് വാജിബാണോ, ഒഴിവാക്കാൻ പറ്റാത്തതാണോ, അതുപോലെ തന്നെ ഈ ശവ്വാലിലും സഫർ മാസത്തിലും ദുൽഖഅദ് മാസത്തിലും എല്ലാ മാസങ്ങളിലും എല്ലാ സമയത്തും അത് നിർബന്ധമാണ്. പരിശുദ്ധ റമളാനിൽ നമ്മൾ നിസ്കരിക്കും പോലെ തന്നെ, അതല്ലെങ്കിൽ ഹജ്ജിനോ ഉംറക്കോ ഒക്കെ പോയി പരിശുദ്ധമായ ഹറമിൽ ചെന്ന് കഅബാലയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നിസ്കരിക്കും പോലെ തന്നെ, അതല്ലാത്ത നമ്മുടെ നാട്ടിലും യാത്രകളിലും തിരക്കുകളിലും തിരക്കില്ലാത്തപ്പോഴും ഒക്കെ നമുക്ക് നിസ്കാരം നിർബന്ധമാണ്. ഹറമിനടുക്കൽ ആവേശവും ഈമാനും അല്പം കൂടുതലായിരിക്കും. എന്നാലും നമ്മളൊരു യാത്രയിലാണ്, നാട്ടിൽ തിരക്കിലാണ്. വാജിബ്, വുജൂബ് എന്നുള്ളത്, ആ നിർബന്ധ ബാധ്യത നമ്മിൽ നിന്ന് ഒഴിവാകുന്നില്ലല്ലോ. ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിരിക്കണം. അത് എത്ര വലിയ തിരക്ക്, കുടുംബത്തിലെ തിരക്കാണ്, കച്ചവടത്തിന്റെ തിരക്കാണ്, വിവാഹ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ള തിരക്കാണ്, റിസപ്ഷന്റെ തിരക്കാണ്,
മണവാട്ടിയായി മണവാളനായി ഒരുങ്ങി സ്റ്റേജിൽ ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകളുടെ ആശംസകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി, സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്തും ളുഹറും അസ്റും നിർബന്ധമാണ്. അതിന്റെ തെളിവില്ലല്ലോ. ബോധത്തോടെ ഐസിയിലാണോ? നിസ്കാരം നമുക്ക് നിർബന്ധമാണ്. ബോധത്തോടെ ഐസിയിലാണ്. ആ സമയത്തൊക്കെയുള്ള ചില ഇളവുകളൊക്കെ ഉണ്ടാകും. ആ ഇളവുകളൊക്കെ എടുത്തുകൊണ്ടാണെങ്കിൽ പോലും നിസ്കാരം നിർബന്ധമാണ്. ഒരു ളുഹർ, ഒരു അസ്ർ, അത് നമുക്ക് ഒഴിവാകുന്നത് നമുക്ക് ബോധം നഷ്ടപ്പെട്ടു പോകുന്ന, ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മിനൽ ബുലൂഗ് എന്നാണോ നമുക്ക് പ്രായമായത്, അത് 12 വയസ്സിലാണോ 15-ലാണോ എപ്പോഴാണോ, അന്ന് മുതൽ ഇലൽ മൗത്ത്, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന സമയം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാജിബായതിൽ നിന്ന് അത് ഒഴിവാക്കാനോ, ഹറാമായത് അത് ചെയ്യാനോ ഉള്ള അനുവാദം ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ ചിലപ്പോ ദുന്യാവിന്റെ എല്ലാ മേഖലയിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങളും വിജയങ്ങളും ഒന്നും ലഭിച്ചോളണമെന്നൊന്നുമില്ല. എല്ലാ മേഖലയും അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമില്ലാത്ത ജയില് പോലെയാണ് ഈ ദുന്യാവ്. അതുകൊണ്ട് എല്ലാ മേഖലയും ചിലപ്പോൾ രക്ഷപ്പെട്ടോളണമെന്നൊന്നുമില്ല. യുബ്തലർ റജുലു, ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടും, അലാ ഹസ്ബി ദീനി, ആ മനുഷ്യന്റെ ദീനനുസരിച്ച്. ഒരു മനുഷ്യന്റെ ഈമാനും തഖ്വയും ദീനിന്റെ വിഷയത്തിലുള്ള ആ വ്യക്തിയുടെ താല്പര്യവും കാർക്കശ്യവും എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ദുന്യാവിൽ ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ്, ഇൻകാന ദീനുഹു സുൽബ, ദീൻ ഉറച്ചതാണോ, അങ്ങനെയാണെങ്കിൽ ഇഷ്തദ്ദ ബലാഉ, ഇടങ്ങേറുകളും അല്പം കടുപ്പത്തിലായി പോകും. കാരണം ദുന്യാവാണ്. ദീനിനോടുള്ള താല്പര്യവും ഇബാദത്തിനോടും നിസ്കാരത്തിനോടുള്ള താല്പര്യം കൂടുതലാണെങ്കിൽ ചിലപ്പോ പരീക്ഷണം വെച്ച് കടുപ്പാകും. അള്ളാഹുവിന്റെ ദുന്യാവിൽ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ അങ്ങനെയാണ് എന്നാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉബ്തുലിയ ബിമാലിഹി വ അഹ്ലിഹി വ ജസദി, സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ശരീരം കൊണ്ടും പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, നബിയാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം. ചരിത്രമൊക്കെ നമുക്കറിയാം. ധാരാളം സമ്പത്തുണ്ടായിരുന്നു. അവസാനം ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി സ്വന്തം ഭാര്യ വഴിയോരങ്ങളിലൂടെ അലഞ്ഞു നടക്കേണ്ട അവസ്ഥ വന്നു. ധാരാളം കുടുംബാംഗങ്ങൾ, മക്കളടക്കമുണ്ടായിരുന്നു. എല്ലാവരും മരണപ്പെട്ടുപോയി. നല്ല ആരോഗ്യവാനും സുന്ദരനുമായിരുന്നു ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ വർഷങ്ങളോളം ശരീരം മുഴുവൻ പുഴുവരിച്ച് വികൃതമായി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ 18 വർഷക്കാലം എന്നൊക്കെയാണ് ചില റിപ്പോർട്ടുകളിലുള്ളത്. 1-2 മാസമൊന്നുമല്ല, 18 വർഷക്കാലം. അള്ളാഹുവിന്റെ ഒരു പ്രവാചകനാണ്. ഈമാൻ അനുസരിച്ച്, തഖ്വ അനുസരിച്ച്, പടച്ചോനോടുള്ള അടുപ്പനുസരിച്ച്, ഇബാദത്തനുസരിച്ച് പരീക്ഷണങ്ങൾ ചിലപ്പോൾ കടുപ്പമായേക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഏറ്റവും വ്യത്യാസം വന്നേക്കും. ചിലപ്പോൾ മക്കളെ കൊണ്ടായിരിക്കും പരീക്ഷണം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ വഴിതെറ്റിപ്പോയിട്ടുണ്ട്, വിശ്വാസിയായിട്ടില്ല. നൂഹ് നബി പ്രവാചകനാണ്, പക്ഷെ ഒരു മകൻ വഴിതെറ്റിപ്പോയി. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പ്രവാചകനാണ്, പക്ഷേ സ്വന്തം ഭാര്യ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. സ്വന്തം ഭാര്യ വിശ്വാസിയായിട്ടില്ല.
പ്രവാചകന്മാരുടെ ചില മക്കൾ, ചില ഭാര്യമാർ, കുടുംബക്കാർ, അവരൊക്കെ വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഈമാനിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വരാൻ പറ്റിയിട്ട് ചിലപ്പോ മക്കളെ കൊണ്ടായിരിക്കും, ചിലപ്പോ കുടുംബാംഗങ്ങളുടെ മരണം കൊണ്ടും നഷ്ടം കൊണ്ടും ആയിരിക്കും, ചിലപ്പോ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടായിരിക്കും അള്ളാന്റെ പരീക്ഷണം ഈമാനുള്ളവർക്ക് കടന്നു വരുന്നത്. എങ്ങനെയെന്ന് ചിലപ്പോ നമ്മുടെ ദീനിന്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഉപദ്രവങ്ങൾ കൊണ്ടും പീഡനം കൊണ്ടും ഒക്കെ ആയിരിക്കും ഫലസ്തീനികളൊക്കെ അനുഭവിക്കുന്നത്. അതാണ് ഫലസ്തീനികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സഹാബത്ത് ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. ഒന്നെന്റെ ജീവൻ ഒന്ന് പിടിക്കപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാനൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ദുആ ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ദുആ ചെയ്തേനെ. ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്, ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴാണ് മഹാനവറുകൾ പറയുന്നത്, ഒന്നും മരിച്ചു കിട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിക്കാനും ദുആ ചെയ്യാനും അള്ളാന്റെ റസൂല് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ദുആ ചെയ്യാത്തത്. അതുകൊണ്ട് മാത്രമാണ്. ചിലപ്പോ അങ്ങനെയൊക്കെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവ് എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായി കൊള്ളണമെന്നില്ല ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, എല്ലാം ഉണ്ട്. നാളെ എല്ലാം തകിടം മറിഞ്ഞേക്കും. ചിലപ്പോ ഇന്നത്തെ അവസ്ഥ ആയിക്കൊള്ളണമെന്നില്ല. നാളെ നമ്മേക്കാൾ സുരക്ഷിതമായ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന പല രാജ്യങ്ങളും അവിടുത്തെ ആളുകളും നിലനിൽപ്പിനു വേണ്ടി, ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന, പലായനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മേക്കാൾ സുരക്ഷിതമൊക്കെ ആയിട്ടാണ് അവരൊക്കെ ജീവിച്ചത്. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞ് അവസാനം ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ, പാവപ്പെട്ടവരും മുതലാളിയും ഒക്കെ ആയിരുന്നവർ ക്യൂ നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വം നൽകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം പുതിയ പുതിയ ബില്ലുകളൊക്കെ ഇങ്ങനെ പാസ്സാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വഖഫ് ഭേദഗതി ബില്ല് ലോകസഭയും കടന്ന് രാജ്യസഭയും കടന്ന് ഇനി രാഷ്ട്രപതിയുടെ ഒരു ഒപ്പ് മാത്രം മതി അത് നടപ്പാക്കപ്പെടാൻ. അവിടെ എത്തിയേക്കാണ്. ലോക്സഭ പാസാക്കി, രാജ്യസഭ പാസാക്കി, ഇനി ആകെ ഉള്ളത് രാഷ്ട്രപതിയുടെ ഒരു ഒപ്പ് മതി. ആ നിയമം പാസാക്കപ്പെട്ടു. ഗുരുതരമായ ഭവിഷ്യത്തുകൾ വഖഫ് ബോർഡിൽ മുസ്ലിമീങ്ങളല്ലാത്തവർ അംഗങ്ങളായിട്ട് വരുന്ന ധാരാളം വഖഫ് സ്വത്തുക്കൾ അന്വാധീനപ്പെടുന്ന, ഗവൺമെന്റ് പിടിച്ചടക്കപ്പെടുന്ന, അതല്ലെങ്കിൽ ഇനി ഒരു പള്ളി പിടിച്ചടക്കണമെങ്കിൽ ഒരു ബാബരി മസ്ജിദും കർസേവയും അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിലേക്കാ കാര്യങ്ങൾ വരുന്നത്. ഒരു പള്ളി പൊളിക്കാനും അവിടെ അമ്പലം പണിയാനും ബാബരി മസ്ജിദ് പോലെ കർസേവ്യം തകർക്കലും വല്ലാത്ത വിപ്ലവങ്ങളും അതൊന്നും വേണ്ട. അതിന് കൃത്യമായിട്ട് രേഖയില്ല. ആ പള്ളിക്ക്, ആ വഖഫ് സ്വത്തിന് കൃത്യമായിട്ട് രേഖയില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒക്കെ കോടതി ചെന്നിട്ടുണ്ടെങ്കിൽ അവസാനം വിധി വരുന്നത് അവർക്ക് അനുകൂലമായിട്ടായിരിക്കും. ആ രൂപത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരിൽ അതിശക്തമായ പ്രതിഷേധങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അതുമായി തുടക്കം മുതൽ നടപ്പാക്കാൻ, വഖഫ് ഭേദഗതി ബില്ല് നടപ്പാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയി നമ്മൾ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാ പ്രതിഷേധങ്ങളെയും, പ്രതിഷേധ ശബ്ദങ്ങളെയും അവഗണിച്ചുകൊണ്ട് അവസാനം ലോക്സഭയും രാജ്യസഭയും ഒക്കെ അതിലെല്ലാം അവരത് പാസ്സാക്കിയെടുത്ത് ഇനി ഒരു രാഷ്ട്രപതിയുടെ ഒപ്പ്, അത്രമാത്രമുള്ളൂ. ഓരോ ബില്ലുകളൊക്കെ, പുതിയ പുതിയ ബില്ലുകളൊക്കെ പാസ്സാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തും നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഭാവി അത് സുരക്ഷിതത്വത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ആശങ്കകൾ ധാരാളം നമ്മുടെ മുന്നിലുണ്ട്.
ഒരു 10 വർഷത്തെ മുമ്പുള്ള അവസ്ഥയൊന്നുമല്ല ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാക്കട്ടെ, നമുക്ക് അല്ലാഹു സുരക്ഷിതത്വം നൽകട്ടെ. ഒരു യഥാർത്ഥ മുഅ്മിനായി ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട്, ഇബാദത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട്, നമ്മുടെ പള്ളികളെയും നമ്മുടെ മദ്രസകളെയും നമ്മുടെ സ്ഥാപനങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഉമ്മത്തിന് അല്ലാഹു ഈ രാജ്യത്ത് തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ